പോയിട്ടുള്ളത്. നമ്മുടെ ലിസ്റ്റ് വളരെ വലുതാണ്. കബീർ ആണെങ്കിലും എല്ലാവരും ലിസ്റ്റ് വളരെ നീണ്ടത് ഒന്നാണ്. And today an ignorant man, an uninformed man is trying to challenge this idea. ഇന്ന് ഒരു മനുഷ്യൻ ഈ ആശയങ്ങളെ മുഴുവൻ വെല്ലുവിളിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന കാഴ്ച നമുക്ക് ഇന്ത്യയിൽ കാണാൻ കഴിയുന്നു. He is so full of hatred and anger that he cannot even understand what India's strength is. അദ്ദേഹത്തിന് ഇന്ത്യയുടെ ശക്തി എന്താണെന്ന് മനസ്സിലാകുന്നില്ല. അദ്ദേഹം രാജ്യത്തെ വെറുപ്പിന്റെയും പരസ്പര വിശ്വാസമില്ലായ്മയുടെയും അന്തരീക്ഷം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. The ideology is the same. ആ ആശയം അല്ലെങ്കിൽ അവരുടെ ആദർശം എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ്. Nathuram Godse, Narendra Modi, they believe in the same ideology. നരേന്ദ്രമോദിയും നാഥുറാം ഗോഡ്സെയും ഒരേ ആശയത്തിന്റെ വക്താക്കളാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. There is no difference, except Narendra Modi does not have the guts to say he believes in Nathuram Godse. ഒരു കാര്യത്തിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. നരേന്ദ്രമോദി പറയുന്നില്ല ഞാൻ നാഥുറാം ഗോഡ്സെയുടെ ആശയങ്ങളെ വിശ്വസിക്കുന്നു എന്ന് പറയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. I don't know if you know, but when Nathuram Godse shot Mahatma Gandhi, he did not look in his eyes. നിങ്ങൾക്കറിയാം, മഹാത്മാഗാന്ധിയെ നാഥുറാം ഗോഡ്സെ വെടിവെച്ച് കൊന്നപ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണുകളിലേക്ക് നാഥുറാം ഗോഡ്സെ നോക്കിയില്ല. Because a liar, a coward can never look at the truth. കാരണം ഒരു കള്ളനും ഭീരുവിനും ഒരിക്കലും ആ കണ്ണുകളിലേക്ക് നോക്കാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. And what has Narendra Modi done? അത് തന്നെയാണ് നരേന്ദ്രമോദിയും രാജ്യത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. Today, if you go to the United States, if you go to Western Europe, anywhere, any country outside India, and you ask them what they think about India, ഇന്ന് നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്ത് ചെന്നാലും, നിങ്ങൾക്ക് വെസ്റ്റേൺ യൂറോപ്പിൽ പോയാലും അമേരിക്കയിൽ പോയാലും ലോകത്തിന്റെ ഏത് ഭാഗത്ത് ചെന്നാലും അവിടുത്തെ ജനങ്ങൾ ഇന്ത്യയെ പറ്റി എന്ത് ചിന്തിക്കുന്നു എന്ന് നിങ്ങൾ പരിശോധിക്കണം, നിങ്ങൾ മനസ്സിലാക്കണം. they say that India has lost its way. അവരെല്ലാവരും പറയും ഇന്ത്യയുടെ വഴി ഇന്ന് നഷ്ടപ്പെടുത്തിയിരിക്കുന്നു, ഭാവി നഷ്ടപ്പെടുത്തിയിരിക്കുന്നു എന്ന് വ്യക്തമായി തന്നെ പറയും. India used to show the world how a great country behaves. ഇന്ത്യ ലോകത്തിന് കാണിച്ചു കൊടുത്തു എങ്ങനെയാണ് മഹത്തായ ഒരു രാജ്യം മുന്നോട്ട് പോകേണ്ടത്, പെരുമാറേണ്ടത്, പ്രവർത്തിക്കേണ്ടത് എന്ന് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. Who is Narendra Modi to decide if I am Indian? ആരാണ് ഈ നരേന്ദ്രമോദി ഞാൻ ഒരു ഇന്ത്യൻ ആണെന്ന് എന്നോട് തെളിയിക്കാൻ പറയുന്ന എന്ത് അധികാരമാണ് നരേന്ദ്രമോദിക്കുള്ളത്? Who has given him the license to decide who is Indian and who is not Indian? ആരാണ് നരേന്ദ്രമോദിക്ക് ഞാൻ ഇന്ത്യൻ ആണോ അല്ലയോ എന്ന് തെളിയിക്കാനുള്ള ലൈസൻസ് ആരാണ് കൊടുത്തിട്ടുള്ളത്? I know I am Indian. I don't have to prove it to anybody. ഞാൻ ഒരു ഇന്ത്യൻ ആണ്, എനിക്ക് മറ്റാരും എന്റെ സർട്ടിഫിക്കറ്റ് നൽകി ഇന്ത്യൻ ആണെന്ന് തെളിയിക്കേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. And there are 1.3 billion Indians who don't have to prove that they are Indians to these people. അതുകൊണ്ട് തന്നെ ഇന്ത്യക്കാരായി മണ്ണിൽ ജനിച്ചു വീഴുന്ന ഏതൊരു വ്യക്തിക്കും ആരുടെയും സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. So that is the situation, brothers and sisters. ഇതാണ് ഇന്ത്യയിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യം. And who is he protecting? ആരെയാണ് അദ്ദേഹം സംരക്ഷിക്കുന്നത്? He is protecting his friends. അദ്ദേഹം आप देख रहे हैं नेट्रिक न्यूज, साहस सच कहने का.